ഇന്റർനാഷണൽ സോളാർ അലയൻസ് UGC നെറ്റ് പേപ്പർ 1 പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് യൂണിറ്റ് 9 വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. UGC നെറ്റ് ആസ്പിറൻസ് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് നോക്കാം. ഷോർട്ട് ഫോമിൽ നമ്മൾ ISA എന്ന് പറയും. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ആ സോളാർ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് വിത്ത് സോളാർ എനർജി, സൗരോർജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലയൻസ്, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അല്ലെ. The ISA is a global intergovernmental organization dedicated to advancing solar power adoption for a carbon neutral future. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, കാർബണിന്റെ ഉപയോഗം, കാർബൺ രഹിതമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് സൗരോർജത്തിന്റെ, അതായത് സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പവറിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആഗോള തരത്തിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഒരു അന്താരാഷ്ട്ര, ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർ ഗവൺമെന്റൽ എന്ന് പറയാം, രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇന്റർ എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുക ബിറ്റ്വീൻ ടു. അപ്പൊ ഇന്റർ ഗവൺമെന്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗവൺമെന്റുകൾ, ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഒരു ആഗോള തരത്തിലുള്ള ഒരു സംഘടനയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ്? അഡ്വാൻസിങ് സോളാർ പവർ അഡോപ്ഷൻ ഫോർ എ കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ. കാർബന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുള്ള, കാർബൺ രഹിതമായിട്ടുള്ള ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് സോളാർ പവർ അഡോപ്ഷൻ, സൗരോർജം അല്ലെങ്കിൽ സോളാർ എനർജിയുടെ ഉപയോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആഗോള അന്താരാഷ്ട്ര സംഘടനയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. സോളാർ എന്ന് പറയുമ്പോൾ സോളാർ എനർജി, സൗരോർജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക, കാർബൺ രഹിത ഭാവി മുന്നിൽ കാണുക. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അതുപോലെ ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഈസ് എ കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ഫോർ ഇൻക്രീസ്ഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് സോളാർ എനർജി ടെക്നോളജീസ്. അതായത് ISA ഇസ് എ കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം. എന്തിന്റെ വേണ്ടിയിട്ടാണ്? ഈ സോളാർ എനർജി ടെക്നോളജീസിന്റെ വിനിയോഗം, അതായത് അതിന്റെ വിനിയോഗം, ഡിപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുക, അതായത് സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജീസ് വിനിയോഗിക്കുക. അപ്പം കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഈസ് എ കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ഫോർ ഇൻക്രീസ്ഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് സോളാർ എനർജി ടെക്നോളജി. സോളാർ എനർജി ടെക്നോളജീസിനെ കൂടുതലായിട്ട് വിനിയോഗിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ November 30, 2015 ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞു രണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു അലയൻസ് ആണ്. അപ്പൊ ഏതൊക്കെ രാഷ്ട്രങ്ങളാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ November 30, 2015 ചേർന്ന് സ്ഥാപിച്ച ഒരു അലയൻസ് ആണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഡേറ്റ് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ November 30, 2015 ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. അതുപോലെ ഇറ്റ് ഈസ് ആൻ അലയൻസ് ഓഫ് കൺട്രീസ് പ്രൈമർലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ ദാറ്റ് ആർ കമ്മിറ്റഡ് ടു റെഡ്യൂസിങ് ദെയർ ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. അതായത് ഇവിടെ എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു അലയൻസ് ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ദേ ആർ കമ്മിറ്റഡ് ടു റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. അതായത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗത്തെ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുക, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന, പ്രൈമർലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഈ ഡേറ്റ് ചോദിക്കാം എക്സാമിന്. എന്നാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കണ്ടുപിടിച്ചത്? സ്ഥാപിച്ചത് November 30, 2015. ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ്. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിന്റെ ഇടയിൽ പ്രൈമറിലി പ്രധാനമായിട്ടും വരുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. ദാറ്റ് ദേ ആർ കമ്മിറ്റഡ് ടു റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അവരെ ആശ്രയിക്കുന്നത്
കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ആർ എലിജിബിൾ ടു ജോയിൻ ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതായത് ഐക്യരാഷ്ട്ര സഭയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ഈ ഒരു സംഘടനയിൽ, ഈ ഒരു അലയൻസിൽ ചേരാനുള്ള യോഗ്യതയുണ്ട്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ സോളാർ എനർജി സൊല്യൂഷൻസ്. ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഒരു പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെലവ് കുറഞ്ഞത്, അതായത് കോസ്റ്റ് എഫക്റ്റീവ്, ചെലവ് കുറഞ്ഞതും വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമായിട്ടുള്ള ടു ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ സോളാർ എനർജി സൊല്യൂഷൻസ്. ചെലവ് കുറഞ്ഞതും വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമായിട്ടുള്ള സോളാർ എനർജി സൊല്യൂഷൻസ്, അതായത് സൗരോർജ പരിഹാരങ്ങൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു, ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക, ടു ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ സോളാർ എനർജി സൊല്യൂഷൻസ്. വളരെ ചിലവ് കുറഞ്ഞതും വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമായിട്ടുള്ള സൗരോർജ പരിഹാരങ്ങൾ, സോളാർ എനർജി സൊല്യൂഷൻസ്, സൗരോർജ പരിഹാരങ്ങൾ വികസിപ്പിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക, അതായത് വിനിയോഗിക്കുകയും ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മിഷനും വിഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഒഫീഷ്യൽ പേജിൽ എടുത്ത് നോക്കിയാൽ അവരുടെ മിഷൻ ഇപ്പം ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിഷൻ ഡ്രിവൺ ബൈ പർപ്പസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കോർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അവരുടെ ഒരു കോർ ഒബ്ജക്റ്റീവ്, കോർ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും നമ്മൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നും, ഡേറ്റയിൽ നിന്നും ഇപ്പോഴും മിഷൻ കോർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത് ഈ മിഷൻ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് മിഷനും എടുത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്. അത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇത്തരത്തിലുള്ള അലയൻസുകൾ, നമ്മൾ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കുന്നത് ആ സമയം എടുത്തിട്ടുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. പിന്നീട് അതിൽ ചേഞ്ചസ് വരാം. അപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ക്ലാസ് മാത്രമല്ല, നിങ്ങൾ ഏതൊരു ക്ലാസ് കേട്ടാലും ചിലപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ എക്സാമിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കാം, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിനെ ഒക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ അവരുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കാം. റീസെന്റ് ആയിട്ടുള്ള പേജ് അവരുടെ സൈറ്റിൽ നോക്കിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്ചേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും കോർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളുടെ ഇപ്പം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, കോർ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ, കോർ മിഷൻ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻസ് അനുസരിച്ച്, ഈ പഠിക്കുന്ന അനുസരിച്ച് ഓപ്ഷൻസ് ഏതാണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് അവരുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മിഷൻ ആണോ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു കോർ സ്റ്റേറ്റ്മെന്റ് മിഷൻ ആണെങ്കിൽ അതിലും തെറ്റൊന്നുമില്ല. അപ്പൊ അത് എപ്പോഴും നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ വിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീർഘവീക്ഷണമാണ്, ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. ലെറ്റ് us together make the sun brighter. That means to promote the use of solar energy around the world. ഇതാണ് അവരുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ്. ലെറ്റ് us together make the sun brighter. നമുക്ക് ഒരുമിച്ച് നിന്ന് സൂര്യനെ കൂടുതൽ പ്രകാശമാക്കാം എന്നുള്ളതാണ്. അതായത് ലോകമെമ്പാടും സോളാർ എനർജിയുടെ, അതായത് സൗരോർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് സോളാർ എനർജി അറൌണ്ട് ദി വേൾഡ്. അതാണ് നമ്മളുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട് സൂര്യനെ കൂടുതൽ പ്രകാശമാക്കാം. ദാറ്റ് മീൻസ് ലോകമെമ്പാടും സോളാർ എനർജി, സൗരോർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വിഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി മിഷൻ സ്റ്റേറ്റ്മെന്റ്, കോർ സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ. എവരി ഹോം, നോ മാറ്റർ ഹൗ ഫാർ അവേ, വിൽ ഹാവ് എ ലൈറ്റ് അറ്റ് ഹോം. എല്ലാ വീടുകളിലും, എത്ര ദൂരെയാണെങ്കിൽ പോലും എല്ലാ വീടുകളിലും ഒരു വെളിച്ചം എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം. എവരി ഹോം, എല്ലാ വീടുകളിലും എത്ര ദൂരെയാണെങ്കിലും വിൽ ഹാവ് എ ലൈറ്റ് അറ്റ് ഹോം, വെളിച്ചം ഉണ്ടായിരിക്കണം. ഇതാണ് അവരുടെ മിഷൻ കോർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് അനുസരിച്ച് അവരുടെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഡേറ്റാസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. ആദ്യത്തെ ബേസിക് ഇൻഫോർമേഷൻസ് ഒഴിച്ചാൽ ബാക്കി അവരുടെ അതിൽ പങ്കുചേരുന്ന മെമ്പർ കൺട്രീസിന്റെ എണ്ണം, അത്തരത്തിൽ ഇങ്ങനെ മിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, എക്സാമിന് മുമ്പ് വരെ. അതാണ് എനിക്കിപ്പം പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ
ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം റീസെന്റ് ആയിട്ട് അവരുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പിക്ചേഴ്സ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ സോളാർ അലയൻസ് പവറിംഗ് ദ വേൾഡ് വിത്ത് സോളാർ എനർജി, ആൻ അലയൻസ് ഓഫ് 120+ കൺട്രീസ് ഡ്രൈവിംഗ് ദ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ. റീസെന്റ് ആയിട്ട് ഇന്നത്തെ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ക്ലാസ്സിന്റെ എടുക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഇൻഫോർമേഷൻസ്. ഇനി വരുന്ന കാലയളവിൽ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകളിലൊക്കെ വരാം. അപ്പം റീസെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അപ്ഡേഷൻസ് നിങ്ങൾ ഏത് എക്സാമിന് പോകുന്നിടം വരെയും നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പം പവറിംഗ് ദ വേൾഡ് വിത്ത് സോളാർ എനർജി, ദാറ്റ് ഈസ് അതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പവറിംഗ് ദ വേൾഡ് വിത്ത് സോളാർ എനർജി. അപ്പൊ ഇപ്പോൾ ഏകദേശം 120 കൂടുതൽ കൺട്രീസ് ആണ് ഈ ഒരു ഗ്ലോബൽ ക്ലീൻ എനർജി ട്രാൻസിഷനിൽ അലയൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ കണ്ടോ എബൌട്ട് അസിൽ പറഞ്ഞിട്ടുള്ളത് എബൌട്ട് അസിൽ പറഞ്ഞിട്ടുള്ളത് ആൻ അലയൻസ് ഓഫ് 120+ കൺട്രീസ് ഡ്രൈവിംഗ് ദ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ founded in 2015 during the Conference of Party 21 in Paris. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. 2015 പാരീസിൽ വെച്ചിട്ട് നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടി 21 വെച്ചാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പോൾ കറന്റ്ലി 120 കൂടുതൽ രാജ്യങ്ങളാണ് ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നത്. ഓക്കെ, ആൻ അലയൻസ് ഓഫ് 120+ കൺട്രീസ് ഡ്രൈവിംഗ് ദ ഗ്ലോബൽ ക്ലീൻ എനർജി ട്രാൻസിഷൻ. അതുപോലെ നോക്കിക്കേ, ഇപ്പോഴത്തെ മിഷനും വിഷനും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2015 ഇത് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. 120+ മെമ്പർ കൺട്രീസ് ഉണ്ട്. അതുപോലെ 60 എംപവറിംഗ് സ്റ്റാർട്ടപ്പ് ടു ഡ്രൈവ് ലോക്കൽ എനർജി ഇന്നോവേഷൻസ്. ഓക്കെ, 60 എണ്ണം സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, 60 എംപവറിംഗ് സ്റ്റാർട്ടപ്സ് ടു ഡ്രൈവ് ലോക്കൽ എനർജി ഇന്നോവേഷൻസ്. അതും കൂടി നോക്കുക. പിന്നെ എനിക്കിതിൽ അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിഷനും വിഷനുമാണ്. ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അവർ മിഷൻ ഡ്രിവൺ ബൈ പർപ്പസ്, ഇതാണ് ഇപ്പോൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവരുടെ സൈറ്റിൽ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അവരുടെ ഒരു കോർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ എവിടെ നമ്മൾ മിഷനും വിഷനും നമ്മളൊന്ന് സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും മറ്റേ എവരി ഹോം വിൽ ഹാവ് എ നോ ഫാർ എവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പം അത് തെറ്റൊന്നുമില്ല, അവരുടെ കോർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ അവരുടെ സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് ഈ മിഷൻ ആണ്. അപ്പം ക്വസ്റ്റ്യനകത്തെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മിഷൻ ഇപ്പോൾ ഡ്രിവൺ ബൈ പർപ്പസ് ടു ആക്സിലറേറ്റ് ഗ്ലോബൽ സോളാർ ഡിപ്ലോയ്മെന്റ് ബൈ എൻഷുറിംഗ് ഡെലിവറി ത്രൂ ആക്ഷനബിൾ പ്ലാറ്റ്ഫോംസ് ദാറ്റ് മൊബിലൈസ് ഫിനാൻസ്, സപ്പോർട്ട് പോളിസി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, സ്ട്രെങ്തൻ കപ്പാസിറ്റി ആൻഡ് സ്കെയിൽ ഇംപ്ലിമെന്റേഷൻ അക്രോസ് മെമ്പർ കൺട്രീസ്. ഇതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ടു ആക്സിലറേറ്റ് ഗ്ലോബൽ സോളാർ ഡിപ്ലോയ്മെന്റ്, നമ്മൾ പറഞ്ഞല്ലോ, അതായത് ആഗോള തരത്തില് സൗരോർജ്ജത്തിനെ വിനിയോഗിക്കുക, അത് വർദ്ധിപ്പിക്കുക. ടു ആക്സിലറേറ്റ്, ആ ഒരു വിനിയോഗം വർദ്ധിപ്പിക്കുക. ബൈ എൻഷുറിംഗ് ഡെലിവറി ത്രൂ ആക്ഷനബിൾ പ്ലാറ്റ്ഫോംസ്, എന്തൊക്കെ കാര്യങ്ങളാണ്? മൊബിലൈസ് ഫിനാൻസ്, സപ്പോർട്ട് പോളിസി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, സ്ട്രെങ്തൻ കപ്പാസിറ്റി ആൻഡ് സ്കെയിൽ ഇംപ്ലിമെന്റേഷൻ അക്രോസ് മെമ്പർ കൺട്രീസ്. ഓക്കെ, അതുപോലെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. ഓക്കെ, ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് envisions a world where solar energy powers sustainable and inclusive development. The alliance seeks to harness the power of solar energy to support low carbon growth pathways and improve the quality of life across its member countries. അതാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മിഷന്റെ കോർ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഈ സൈറ്റിൽ ഇതാ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷനിൽ ഏതാണോ ചോദിക്കുന്നത് അതായിരിക്കും ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതാണ് ചോദിക്കുന്നത്, അതായിരിക്കും വരുന്നത്. ഇൻ കേസ് ഈ ഒരു റീസെന്റ് അപ്ഡേഷൻസിൽ ഇങ്ങനെ മാറുമ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് തന്നെ വരും. ഇപ്പൊ നമ്മൾ ഒരു സൈറ്റിൽ സെർച്ച് ചെയ്താലും മിഷനും വിഷനും ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിൽ ചേഞ്ചസുകൾ ഇങ്ങനെ അലയൻസസിൽ ഇങ്ങനെ ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. മെമ്പർ കൺട്രീസിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ചേഞ്ചസ് വരും. അപ്പൊ അതെപ്പോഴും റീസെന്റ് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വിഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. സ്റ്റേറ്റ്മെന്റ് 2 ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ മിഷൻ എവരി ഹോം ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ.
ഓപ്ഷൻ ബി ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മിഷനും. മിഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലെറ്റ് us ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ ആണല്ലോ. മിഷൻ എന്താണ്? മിഷൻ കോർ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എവറി ഹോം നോ മാറ്റർ ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. ശരിയല്ലേ? വിഷനും കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് us ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. സ്റ്റേറ്റ്മെന്റ് 2 എവറി ഹോം, മിഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എവറി ഹോം ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ ട്രൂ. ഇനി ചില കേസസിൽ ഇത് തിരിച്ചു കൊടുക്കാം. മിഷനും അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതിക്കോണം. ഇവിടെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിഷൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് us ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. മിഷൻ സ്റ്റേറ്റ്മെന്റ്, മിഷൻ കോർ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എവറി ഹോം ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് എഴുതി ചോദിക്കും. അതുകൊണ്ട് തെറ്റിക്കാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓപ്ഷൻസ് അനുസരിച്ചിട്ട് ആൻസർ എഴുതുക. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്റർനാഷണൽ സോളാർ അലയൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ മറ്റു കുറെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അറിയാലോ, പാരീസ് എഗ്രിമെന്റ്, അതുപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗുരുഗ്രാമിലാണ് കേട്ടോ. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗുരുഗ്രാമിലാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന ക്ലാസ്സസിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ ഇതോ ഈ കാണിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.